ഹലോ ഫ്രണ്ട്സ്, എപ്പിസോഡ് 3 മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിയൂങ് ഹൊയൂനെ ചീത്ത പറയുന്നതിലൂടെയാണ്. നിനക്ക് നാണമില്ലേ ഒരു മനുഷ്യൻ എഴുതിയ നോവൽ നോക്കി അവരുടെ തന്നെ വിധി എഴുതി വെക്കാൻ നിനക്ക് നാണോ ഇല്ലേ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഹൊയൂനാണെങ്കിലും ആരായി പറയുന്നേ, അതായത് മറ്റുള്ളവരുടെ വിധിയിലെ കൈ കടത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു സെന്റൻസിൽ എഴുതി കോപ്പി പേസ്റ്റ് ചെയ്യുന്ന നിനക്കിത് പറയാൻ അധികാരമില്ല കേട്ടോ എന്ന് ഹൊയൂൻ അവിടെ പറയുന്നതും. അപ്പോൾ ആ ടൈമിലാണ് സംഷൻ അങ്ങോട്ട് വരുന്നത്. ആഹാ, സംഷൻ ഇങ്ങോട്ട് വായോ, ഇവനെ പറ്റി വലിയ അഭിപ്രായം ഒക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ കണ്ടില്ലേ ഇവൻ കോപ്പി അടിച്ചിട്ട് ഇതൊക്കെ എഴുതുന്നതെന്ന് പറയുമ്പോൾ ഹൊയൂനാണെങ്കിലും അവിടെ പറയുന്നുണ്ട്, അതായത് എനിക്ക് ഈ പ്രണയത്തിന്റെ കാര്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പ്രണയത്തിന്റെ കാര്യം മാത്രമേ കോപ്പി അടിക്കുന്നുള്ളൂ, ഇത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോപ്പി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ മിയൂങ് ആണെങ്കിൽ ഓ രാമ്യോൺ തബോക്കി ആക്കിയ പോലെയുള്ള കോപ്പിയടി ആയിരിക്കൂല്ലേ എന്ന് അവിടെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. എടാ, നിനക്ക് പ്രണയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കേണ്ടേ, ഞാനിതിൽ എക്സ്പേർട്ട് അല്ലേ. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഇവരൊരു ഒറ്റപ്പെട്ട ഐലൻഡിൽ എത്തുന്നു, അവിടെ ഒരു റൂം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഇവർ ആ റൂമിൽ കഴിയും, അങ്ങനെ ഇവർ രണ്ടുപേരും എന്നൊക്കെ പറയുന്ന ടൈമിൽ ഹൊയൂനാണെങ്കിൽ സംഷിന്റെ ചെവി പൊത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഇന്റിമസ് ആകുമെന്ന് ഇവൻ കൂളായിട്ട് പറയുന്നതും, അല്ല ഈ ഐലൻഡിന് പകരം ഒരു പർവ്വത പ്രദേശമായ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതും, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഹൊയൂൻ അവിടെ വാലി എന്ന് എഴുതുന്നതും. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഈ വാലിയിൽ നമ്മുടെ ചെക്യൂങ് നിൽക്കുന്നതായിരിക്കും കേട്ടോ. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അച്ഛൻ്റെ ഒരു കസിൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു. അമ്മയ്ക്ക് നല്ല തിരക്കായതുകൊണ്ട് അമ്മ ഇവളേനാണ് കേട്ടോ അവിടേക്ക് വിടുക. അപ്പോൾ ഇവളാണെങ്കിൽ അവിടെ എത്തുന്ന ടൈമിലാണ് മനസ്സിലാക്കുന്നത് അമ്മയുടെ ആൻറ്റിയൊന്നുമല്ല, ഒരു പുരുഷനാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു വരുമ്പോൾ അഡ്രസ്സൊക്കെ സെയിം ആണെങ്കിലും എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ ടൈമിലാണ് നേരത്തെ ജങ് ഇവൾക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നുവല്ലോ, ഏത് ഡ്രസ്സാണ് മാച്ച് ഇഷ്ടമായി എന്നൊക്കെ ചോദിച്ച്. അതിന് വൈറ്റ് ആണ് നല്ല ഭംഗി എന്ന് പറഞ്ഞ് ഇവളിപ്പോഴാണ് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് കാണുന്ന ജങ് ആണെങ്കിലും അതേ ഡ്രസ്സ് തന്നെയായിരിക്കും കേട്ടോ ധരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ്റെ ഓഫീസിൽ അങ്ങോട്ട് വരുന്ന ഒരു കൊളീഗ് ആണെങ്കിൽ തന്നെ ചീഫ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നതും പിന്നീട് ഇവൻ ചീഫ് അതിനെ കാണാനാണ് പോകുന്നത്. ചീഫ് എന്ന് പറയുന്നത് ഇവൻ്റെ കസിൻ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു അധികാരത്തിലാണ് ചീഫ് ഇവനോട് സംസാരിക്കുന്നത്. നീ എൻ്റെ അച്ഛൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്, നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞ് തീർത്തേക്ക്, എന്തിനാ ഇങ്ങോട്ട് വലിച്ചിടുന്നത്, എനിക്ക് നല്ല ചീത്ത പറഞ്ഞിട്ട് ചെവിക്ക് ഒരു തൊയിരം തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നതും. എന്താ അച്ഛൻ വിളിച്ചിട്ട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്ന ജങ്ങിനോട്, എടാ നീ സ്റ്റേറ്റിലെ നന്നായിട്ട് ഫിലിമൊക്കെ ചെയ്ത് അവിടെ വലിയ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറേ ഡ്രാമകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണെന്ന് പറയുന്ന ജങ്ങിനോട്, എന്നാൽ ശരി നിനക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, യാങ് മീൻ സൂൻ എഴുതുന്ന അടുത്ത ഡ്രാമയിൽ നീ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസിസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നതും ഇവന് നല്ല സന്തോഷം വരുന്നുണ്ട്. ഈ യാങ് മീൻ സൂൻ എന്ന് പറയുന്നത് നമ്മുടെ ചെക്യൂങ്ങിന്റെ അമ്മയുടെ പേരാണ്. അതായത് അമ്മയുടെ പേരിൽ ആ ഡ്രാമാസ് ഒക്കെ എഴുതുന്നത് ഇവളാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഇവളെന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ ഇത് നമ്മുടെ ചെക്യൂങ് ആണെന്ന് ഇവനും അറിയത്തൂല്ല. അപ്പോൾ ഈ ഡയറക്ടറായിട്ട് കിമ്മാണ് വരേണ്ടത്. അപ്പോൾ കിമ്മിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വാലിയിൽ പോയി കിടക്കുന്നുണ്ട്. താൻ ആദ്യം വാലിയിൽ നിന്ന് കിമ്മിന് ഇങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് ചീഫ് പറയുന്നതും ഇതേ ടൈമിൽ ചെക്യൂങ് അമ്മയെ വിളിച്ചിട്ട്, എൻ്റെ അമ്മ മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ, ഇത് നമ്മുടെ ബന്ധു എന്നല്ല എന്ന് പറയുന്നതും അമ്മയാണെങ്കിൽ എന്താ ചെയ്യുക, ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റിയതാവും എന്ന് പറഞ്ഞ് സോറി ഒക്കെ പറയുന്ന ടൈമിൽ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഞാനൊന്ന് കറങ്ങിയൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞ് ഇവള് ദേഷ്യത്തിൽ ഫോൺ വെക്കുമ്പോൾ ഇവളെന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇവൾ ഈ ചെമ്മരിയാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, പിന്നെ ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇവളാണെങ്കിലും ഈ ചെമ്മരിയാടി നിൽക്കിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ടൈമിലാണ് അവിടെ ജങ്ങിനെ കാണുന്നതും. ആഹാ, ഇയാളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഇവന് തിരിച്ചു ചോദിക്കുന്നത്. ഷൂട്ടിംഗ് എങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചെക്യൂങ്ങിനോട്, ഷൂട്ടിങ്ങിനൊന്നും വന്നതല്ല, ഒരു വേട്ടക്കാരനായിട്ട് വന്നതാ എന്ന് പറയുന്ന ജങ്ങിനോട്, എന്നിട്ട് കണ്ട ഒരു കെണിയിലകപ്പെട്ട ചെമ്മരിയാടിനെ പോലെ ഉണ്ടല്ലോ എന്ന് ഇവള് പറയുന്നതും, തനിക്ക് അങ്ങനെ മൃഗങ്ങളോട് ഉപമിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും എന്നെ ഒരു ചെന്നായിട്ട് ഉപമിച്ചാൽ മതി എന്നൊക്കെ ഇവൻ പറയുന്നതും. പിന്നീട് ഇവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ചാൻസ് കിട്ടിയതും കിം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഇതിനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അയാളെ തിരിച്ചെനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ താല്പര്യമില്ലെങ്കിൽ അയാൾക്ക് ക്വിറ്റ് ചെയ്താൽ പോരെ, ഇതുപോലെ ഇങ്ങനെ ഓടി വരാനൊക്കെ പാടുപോലെ എന്നൊക്കെ ചോദിക്കുന്ന ഇവളാണെങ്കിൽ താൻ എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓൾ ദി ബെസ്റ്റും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ജങ് ആണെങ്കിലും ഇത് എന്ത് പെൺകുട്ടിയെ ഇത്രയേ ഉള്ളൂ എന്നവിടെ ചോദിക്കുന്നതും ഇതെല്ലാം മിയൂങ്ങും ഹൊയൂനും സംഷിനും കൂടി കാണുന്നുണ്ട്. ഹൊയൂൻ ആണെങ്കിൽ ഈ പെൺകുട്ടി അപാരം തന്നെ, ഒന്ന് അടുക്കുന്ന പോലും ഇല്ല എന്ന് പറയുന്നതും ഇപ്പം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ ഡെസ്റ്റിനി ബുക്കിൽ അങ്ങ് എഴുതി ചേർത്തപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ എഴുതുന്നില്ല, ചെക്യൂങ്ങും ജങ്ങും സംസാരിച്ച ആ സംഭാഷണമൊക്കെ തന്നെ ആ ബുക്കിൽ ഇങ്ങനെ തന്നെ എഴുതുന്നതാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ മിയൂങ് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഈ മലയോര പ്രദേശമൊന്നും വേണ്ടായിരുന്നു, ഐലൻഡ് മതിയായിരുന്നു എന്ന് പറയുമ്പോൾ സംശയനാണെങ്കിൽ അല്ല ഈ മൂഡ് ശരിയല്ല, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവരെ കൊണ്ട് അങ്ങ് കുടിപ്പിച്ചാലോ, അപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പ് കൂടി ആവാലേ എന്ന് ചോദിക്കുന്ന ഹൊയൂനോട്, അല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്തായതാണോ അതോ ഇതൊക്കെ കേൾക്കുന്ന എനിക്കാണോ ഭ്രാന്ത്, നിങ്ങൾ ആ ചെമ്മരിയാടിനൊന്ന് വിട്ട് കളിക്ക്, അവിടെ നിന്നും മാറ്റി ഇവർ രണ്ടുപേരും തനിച്ചൊരു സ്ഥലത്താക്ക്, എന്നിട്ട് അവിടെ ഒരു ഇടിയൊക്കെ വെട്ടി മഴയൊക്കെ അങ്ങ് പെയ്യട്ടെ, അങ്ങനെ ഇവർ എവിടെയെങ്കിലുമൊക്കെ മഴ മാറാൻ വേണ്ടി കയറി നിൽക്കട്ടെ, അങ്ങനെ ഒരു നല്ല സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഹൊയൂനാണെങ്കിൽ എന്തോന്ന്
എഴുതാൻ പോകുമ്പോൾ നിനക്ക് താൻ എന്താ എഴുതാൻ പോകുന്നതെന്ന് പറ, അല്ല താൻ അവിടെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാൻ പറ്റത്തില്ല എന്നിവൻ പറയുന്നതും ഹൊയൂനാണെങ്കിൽ ഇവളൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കാനും അവിടെ ഇടിവെട്ടി മഴ പെയ്യാനൊക്കെയാണ് കേട്ടോ എഴുതി ചേർക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച സീനായിരിക്കും. മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്ന ടൈമിൽ ജങ് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ ഷർട്ടുമായിട്ട് അങ്ങോട്ട് എത്തുന്നതും ഇതെന്താ നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നെന്ന് ചോദിക്കുന്ന ടൈമിൽ തൽക്കാലം മഴ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞ് ഇവര് അവിടെ കാണുന്ന ഒരു ഷെൽട്ടറിൽ കയറുന്നുണ്ട്. ഇത് കാണുന്ന മിയൂങ് ആണെങ്കിൽ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് വർക്കൗട്ട് ചെയ്യാൻ പോവാണെന്ന് പറയുന്നതും ഇനി ഒരു കാര്യം ചെയ്യേ, അവൾ ആ ഷെൽട്ടറിൽ കയറുന്ന ടൈമിൽ അവൾക്ക് ബോധം പോകണം, അതായത് നന്നായി പനിക്കണം. ആ ടൈമിൽ ഇവനാണെങ്കിൽ തീയൊക്കെ വെച്ച് കൊടുത്ത് അവൾക്ക് നല്ല ചൂടൊക്കെ കൊടുക്കും, അതുപോലെ മരുന്നൊക്കെ കൊടുത്ത് നന്നായി കെയർ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹൊയൂനാണെങ്കിൽ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്ന് ചോദിക്കുന്നതും അല്ല ഇതിനേക്കാൾ നല്ല ഐഡിയ തൻ്റെ കയ്യിലുണ്ടോ എന്ന് മിയൂങ് ചോദിക്കുന്ന ടൈമിൽ നല്ല ഐഡിയ ആണല്ലോ സംഷിൻ പറഞ്ഞത് എന്ന് ഇവൻ പറയുന്നതും ചെമ്മരിയാടിൻ്റെയും പിന്നെ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ പരിപാടിയല്ലേ, താൻ വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നതും ഹൊയൂൻ അതുപോലെ തന്നെ ആ പുസ്തകത്തിൽ എഴുതുന്ന ടൈമിൽ ഇവള് ഷെൽട്ടറിൽ കയറുന്നതും ബോധം കെട്ട് വീഴുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ എനിക്കിത് എന്താ പറ്റി തീരെ വയ്യല്ലോ എന്ന് ഇവള് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഞാൻ മരക്കഷ്ണൊക്കെ കൊടുന്നിട്ട് തീ പിടിപ്പിക്കാമെന്ന് പറയുന്നതും വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് വിചാരിച്ച് ഇവർക്ക് 3 പേർക്കും നല്ല സന്തോഷം വരുന്നുണ്ട്. എന്ന ചെക്യൂങ് ആണെങ്കിലോ താൻ എന്തേ കാണിക്കാൻ പോകുന്നത്, എന്നെ ഇവിടെ വെച്ച് ട്രീറ്റ് ചെയ്യാന്നാണോ, എടോ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുക, ആംബുലൻസ് കൊണ്ടുവരാൻ പറ, എന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ഇവള് പറയുന്നതും മിയൂങ് ആണെങ്കിൽ ബെസ്റ്റ് അടിപൊളിയായി എന്നവിടെ പറയുന്നുണ്ട്. ഇത് എന്തോന്ന് പെൺകൊച്ച ഒന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ എന്ന് പറയുന്ന ഹൊയൂനാണെങ്കിൽ ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ നേരിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോവാ, എന്നിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് അതുപോലെ എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നതും ഇതേ ടൈമിൽ ബോധം വരുന്ന ചെക്യൂങ് ആണെങ്കിൽ താൻ ഇതുവരെ പോയില്ലേ എന്ന് ജങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ജങ്ങിന്റെ ആ ഒരു സീനിയർ ആയിട്ടുള്ള കിം വിളിക്കുന്നതും താൻ ഇത് എവിടെയാടോ, ചീഫ് പറഞ്ഞിരുന്നു താൻ വിളിക്കാൻ വരുമെന്ന്, എന്നിട്ട് ഇപ്പൊ ഇവിടെ കാണാനില്ലല്ലോ, ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് ചീത്ത പറയുന്ന ടൈമിൽ ഇത് മനസ്സിലാക്കുന്ന ചെക്യൂങ് ആണെങ്കിൽ തനിക്ക് ധൃതി ഉണ്ടെങ്കിൽ താൻ പൊക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനിവിടെ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ജങ് പോകുന്ന ടൈമിലാണ് കറക്റ്റ് ഹൊയൂൻ അങ്ങോട്ട് വരുന്നതും ഇവരിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിലോ കണ്ണ് തുറക്കുന്ന ടൈമിൽ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൊയൂനെയാണ് കാണുന്നത്. ഇവളാകെ ഷോക്കായി താൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നത്, തന്റെ ടെമ്പറേച്ചറൊക്കെ ഇപ്പൊ കുഴപ്പമില്ല, താൻ ഓക്കെ ആണെന്ന് പറയുന്ന ഇവനോട് ഇവള് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്, താൻ ഇങ്ങനെ ഇവിടെ എത്തിയെന്ന്. അപ്പൊ ഇവനാണെങ്കിൽ ജസ്റ്റ് കോയിൻസിഡൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുന്ന ടൈമിൽ അതെ താൻ ഉടായ്പകളൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേഴ്സിനെ വിളിച്ചിട്ട് തന്നെ പുറത്താക്കും എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ അതെ ഞാനിവിടെ ഒരു പരിചയമുള്ള ആളെ കാണാൻ വന്നപ്പോൾ താൻ ഇവിടെ കിടക്കുന്നത് കണ്ടു, തൻ്റെ കൂടെ വന്ന ആളാണെങ്കിൽ പോയി എന്ന് പറഞ്ഞു, അമ്മയെ വിളിച്ചറിയിച്ചാലോ ഞാൻ വിചാരിച്ചു, പക്ഷേ തനിക്ക് ബോധം വന്നിട്ട് ചോദിക്കാന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് ഇവൻ പറയുന്നതും അങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുന്നു. ഇവൾക്ക് പെട്ടെന്ന് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ തനിക്ക് വിശക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നതും ഞാനൊരു മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ് പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതും പിന്നീട് ഇവർ വണ്ടിയിൽ പോകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഈ വാലി എന്ത് നല്ല സ്ഥലമല്ലേ, ഇവിടെ വന്നപ്പോൾ കുറച്ചു കാലം ഇവിടെ താമസിക്കണമെന്ന് തനിക്ക് തോന്നിയില്ലെന്ന് ചോദിക്കുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ താൻ പറയുന്നത് 4 സീസണും ഇവിടെ താമസിക്കണമെന്നാണോ എന്ന് ചോദിക്കുന്ന ടൈമിൽ അതെ 4 സീസണിലും ഇന്ന ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് വിവരിക്കുന്നുണ്ട് കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞു വീഴ്ച ഇവിടെ നിന്നും കാണാൻ പറ്റിയ അടിപൊളിയായിരിക്കും എന്ന് പറയുമ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ഹൊയൂനോട് തനിക്ക് അറിയത്തില്ലേ ഈ ഫസ്റ്റത്തെ സ്നോഫാൾ ഉണ്ടല്ലോ അത് നമ്മുടെ ഫസ്റ്റ് ലവിൻ്റെ കൂടെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രണയത്തിൻ്റെ ഒപ്പം കാണുകയാണെങ്കിൽ അത് സക്സസ് ആകുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവനാണെങ്കിൽ ഇവളെ കളിയാക്കിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കൊറിയയിൽ പിന്നെ എല്ലാവരും പ്രേമിക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ സത്യം പറയാലോ തൻ്റെ വായ തുറക്കുന്ന ടൈമിൽ തൻ്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ല നിങ്ങളുടെ ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ഇവൻ സബ്ജക്റ്റ് മാറ്റി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ നന്നായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പിറുപിറുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ നന്നായി വിശക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ഹൊയൂനോട് ഒന്നും പറയേണ്ട, ഇന്നത്തെ ദിവസം മൊത്തം പോക്കായിരുന്നു, എനിക്ക് മൊത്തം എക്സോസ്റ്റഡ് ആയി പോയി എന്നൊക്കെ പറയുന്നതും അപ്പം ഇവൻ പറയുന്നുണ്ട് അതെ നമുക്ക് നേരെ വരുന്നൊരു വിധി ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ അതിനെ എതിർദിശയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എക്സോസ്റ്റഡ് ഒക്കെ ആകുമെന്ന് പറയുന്നതും അതായത് ഇവൻ പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ലല്ലോ അതിനെയൊക്കെ പറ്റിയിട്ടാണ് ഇവൻ സംസാരിക്കുന്നത്. ഇതുണ്ടോ ഇവൾക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഇവളാണെങ്കിലോ താൻ എൻ്റെ നോവൽസ് ഒക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചല്ലേ അത് വായിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ സബ്ജക്റ്റ് മാറ്റിയിട്ട് ഈ പൊട്ടാറ്റോ ഫ്രൈസ് കഴിക്കാൻ ഇഷ്ടമാണോ അത് ഞാൻ വാങ്ങിത്തരാന്നൊക്കെ പറയുന്ന ടൈമിൽ അതാണോ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുന്ന ഇവളോട് ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവൻ അവിടെ ഉണ്ടാകും നമുക്ക് കാണാമെന്ന് പറയുന്നതും താൻ ഇത് ആരെ പറ്റിയാണ് ചോദിക്കുന്നതെന്ന് പറയുന്ന ഇവളോട് തൻ്റെ ഫസ്റ്റ് ലവിനെ പറ്റി വാ പോകാന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇയാളിത് ആരെ പറ്റിയാ പറയുന്നതെന്ന് ചെക്യൂങ് അവിടെ ചിന്തിക്കുന്നുണ്ട്. അതായത് ജങ് അവിടെ ഉണ്ടായിരിക്കും അതിന് മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇവള് പുറത്ത് ഇറങ്ങുന്ന ടൈമിലാണ് ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞ് വീഴുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഇവളാണെങ്കിൽ ഇവൻ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. ഷോ ഇയാളുടെ കൂടെയാണല്ലോ
കൊണ്ടാണല്ലോ എനിക്കിത് കാണാൻ പറ്റിയെന്ന് പറഞ്ഞ് ഛേ എന്ന് പറയുന്ന ടൈമിൽ ഇതേ എക്സ്പ്രഷൻ തന്നെയായിരിക്കും ഹൊയൂനും ഇടുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല ഈ ഞാൻ ഛേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി, താൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ താൻ എന്താണോ വിചാരിച്ചത് അത് തന്നെ ഞാനും വിചാരിച്ചതെന്ന് ഹൊയൂൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ റെസ്റ്റോറൻറ്റിൽ എത്തുന്ന ടൈമിൽ ഇവനാണെങ്കിൽ താൻ ഇവിടെ നിൽക്കുക, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ പിന്നെ ഇയാൾ പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ ചെയ്യൂലോ എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിൽക്കുന്ന ടൈമിലാണ് ജങ് അങ്ങോട്ട് വരുന്നത്. അല്ല ഇതെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നതും ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, താൻ ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു, ഞാൻ അയാളുടെ കൂടെ ഇങ്ങ് പോകുന്നതാണെന്ന് പറയുന്നത്. ഇവള് പെട്ടെന്ന് അവിടെ കിമ്മിനെ കാണുമ്പോൾ ഒളിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഒളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ ഡയറക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ടാണോ താൻ വർക്ക് ചെയ്യുന്നതെന്ന് ഇവള് ജങ്ങിനോട് ചോദിക്കുന്നതും അതെ തനിക്ക് ഇവരെ അറിയൂ, ഓ പറഞ്ഞതുപോലെ തനിക്ക് SBS ഡ്രാമാസ് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ, അപ്പോൾ പിന്നെ അറിയാതിരിക്കൂ എന്നിവൻ പറയുന്നതും താൻ യാങ് മീസു എഴുതുന്ന ഡ്രാമയാണ് അസിസ്റ്റന്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഇവൾ അവിടെ ചോദിക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ അത് താനാണെന്ന് പറയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇവനാണെങ്കിൽ എന്നാൽ ശരി ബായി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇതെല്ലാം കാണുന്ന ഹൊയൂനാണെങ്കിൽ എന്നാലും ആ കിമ്മിന്റെ ഡെസ്റ്റിനി ഇത് ആരെഴുതിക്കൊണ്ടിരിക്കുന്നത്, ദേ വീണ്ടും അവർ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാ പോയതെന്ന് പറയുന്ന ഹൊയൂനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ജങ് വണ്ടി ഓടിക്കുമ്പോൾ കിം ആണെങ്കിൽ എനിക്കൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് സാറ് കഴിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ജങ്ങിനോട് അതെ ഞാൻ നിന്റെ സീനിയറാണ്, അപ്പം അതുകൊണ്ട് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കണമെന്ന് പറയുന്നതും നീ ഒരു കാര്യം ചെയ്യും, ആ യാങ് മീസുവിന്റെ ഡ്രാമ ചെയ്യാനാണല്ലോ നീ വന്നിരിക്കുന്നത്, അതങ്ങ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചീഫിനോട് പറ. അവൾക്ക് എന്തൊരു അഹങ്കാരം, സംഭവം പുതിയ എഴുത്തുകാരിയൊക്കെയാണ് എന്നിട്ട് ഇങ്ങനെയുണ്ടോ ഒരു അഹങ്കാരം, അവള് വീഡിയോ കോളിൽ പോലും വരാറില്ല, എനിക്ക് അവളെ തീരെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ ജങ്ങിന് ഇത് അത്രയ്ക്ക് പിടിക്കുന്നില്ല. കാരണം ജങ്ങിന് അവളുടെ റൈറ്റിംഗ് ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ ടൈമിലാണ് ചീഫ് ഇവനെ വിളിക്കുന്നതും ചീഫിന്റെ പേര് കസിൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് കാണുന്ന കിം ആണെങ്കിൽ നമ്മളിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ നിന്റെ പേഴ്സണൽ കോൾ അറ്റൻഡ് ചെയ്യാണെന്ന് ചോദിക്കുന്നതും ഇതെനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് കോൾ എടുക്കുന്ന ടൈമിൽ ചീഫ് ആണെങ്കിൽ നീ നിന്റെ അച്ഛനെ വിളിച്ചില്ലേ, ആള് നല്ല കലിപ്പിലാണെന്ന് പറയുന്നതും കിമ്മിന് ചീഫ് ഇവന്റെ കസിൻ ആണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ജങ് ആണെങ്കിലോ ചീഫിനോട് അല്ല ഈ ഡയറക്ടറായിട്ട് കിം തന്നെ വേണമെന്നുണ്ടോ, കിമ്മിനെയാണോ അതോ യാങ് മീസുവിനെയാണോ മാറ്റേണ്ടതെന്ന് ചോദിക്കുന്നതും അപ്പൊ കിം ആണെങ്കിലേ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് സബ്ജക്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിൽ ഈ കിമ്മിനെ ഒരു ടോയ്ലറ്റിന്റെ അവിടെ ഇറക്കി വിട്ടിട്ട് അവിടെ നിന്നും വണ്ടി ഓടിച്ചു പോവുകയാണ്. എടോ താൻ എന്തേ കാണിക്കുന്നത്, ഒരു സീനിയറിനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടത്തില്ല, ചീഫിന്റെ കസിനെ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന കിമ്മിനെയാണ് കാണിക്കുന്നത്. പിന്നീട് ചീഫ് ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതായത് യാങ് മീസുവിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഫ്ലവേഴ്സിന്റെ ബൊക്കയും ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് താൻ നേരിട്ട് പോയിട്ട് കൊടുക്കേണ്ട, അയച്ചു കൊടുത്താൽ മതി എന്ന് ചീഫ് പറയുന്നതും ഇവനാണെങ്കിൽ ഒരു ഫ്ലവർ ഷോപ്പിൽ കയറിയിട്ട് ഏറ്റവും നല്ല പ്രിറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര വയസ്സുള്ള ലേഡിക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നതും ഇതാരാളെന്നൊന്നും അറിയാത്ത ജങ് ആണെങ്കിൽ വയസ്സൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നല്ലത് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവനതെല്ലാം വാങ്ങുന്നതും നെക്സ്റ്റ് സീനിൽ ഇവനാണെങ്കിൽ നമ്മുടെ ചെക്യോങ്ങിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് നിൽക്കുകയാണ്. അതായത് ചീഫ് ഇവനോട് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഇവൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഞാനിത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഇവൻ ആലോചിക്കുന്നതും അതായത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഹൊയൂനാണെങ്കിൽ എഴുതുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ ഇവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവൻ ആ കഫേയിലേക്ക് വരുന്ന ടൈമിൽ അവിടെ മീയൂങ്ങും ഹൊയൂൻ ഇതൊക്കെ കണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് ഒരാളായിട്ട് തട്ടുന്ന ടൈമിൽ അവിടെയുള്ള കോഫി ആ ഡെസ്റ്റിനി ബുക്കിൽ അങ്ങ് വീഴുന്നതും ഹൊയൂനാണെങ്കിൽ ഇവനെ നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.